വെൽക്കം ടു ഇമ്പൾസ്. നമുക്ക് എങ്ങനെയാണ് ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്യുന്നത് പഠിച്ചാലോ? അതായത് നമ്മൾ ഓൾഡ് ലാംഗ്വേജ് ഒക്കെ എങ്ങനെയാണ് പഠിക്കുക, ഏതൊക്കെ രീതിയിൽ നമ്മൾ പഠിച്ചു, ഇനി എങ്ങനെയാണ് നമ്മളതിനെ പ്രോസസ്സ് ചെയ്യാമെന്ന് പഠിക്കാം അല്ലേ. സോ ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുന്നത് നോളജ് അക്വസിഷൻ, എക്സ്പ്രഷൻ, ഇതിനെല്ലാം ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞു അല്ലേ. സോ റിസർച്ചേഴ്സ് ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നത് ഒന്ന് സ്പീച്ച് പെർസെപ്ഷൻ, ഗ്രാമാറ്റിക് സ്ട്രക്ചർ, ഡിസ്കറേജ് കോംപ്രഹെൻഷൻ, അത് ലാർജ് ടെക്സ്റ്റ് മനസ്സിലാക്കുക, റൂൾസ്, പാറ്റേൺസ്, എങ്ങനെ ഡീകോഡ് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഉള്ളതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. ഒരാൾ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും അത് റെപ്രസെന്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. ഇനി കൊഗ്നേറ്റീവ് സൈക്കോളജിയും ലാംഗ്വേജ് അക്വസിഷനും തമ്മിൽ വളരെ ബന്ധമുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് എന്തൊക്കെയാണ്? നമ്മുടെ ഫീലിങ്സ്, ബിലീഫ്സ്, ഇന്റൻഷൻ, കമാൻഡ്, ക്വസ്റ്റനിങ്, പ്രോമിസിങ്, അല്ലെങ്കിൽ നമ്മൾ ഐഡിയ കൺവേ ചെയ്യുക, നമുക്കൊരു ജസ്റ്റിസ് ഓഫ് ലവ്, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ലാംഗ്വേജ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി ക്ലർക്സും 3 കീ എലമെന്റ്സ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഈസ് സ്പീച്ച് ആക്ട്. എന്താണ് സ്പീച്ച് ആക്ട്? സോ ഡിറക്റ്റ്, ലൈക്ക് ക്ലോസ് ദ ഡോർ. ഇൻഡിറക്റ്റ്, ഈസ് ഇറ്റ് കോൾഡ് ഇൻ ഹിയർ ആൻഡ് കണ്ടന്റ് ഈസ് ക്രൂഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഇന്റന്റ്. അതായത് സ്പീച്ച് ആക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയുവാണ്, ആ ഡോർ അങ്ങ് അടച്ചേ, രണ്ടത് പറയാണ്, ഭയങ്കര തണുപ്പല്ലേ, എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല, അതിനർത്ഥം ആ കഥക് അങ്ങ് അടയ്ക്കൂ എന്ന് അറിയുന്ന പോലെയാണ്. അപ്പോൾ സ്പീച്ച് ആക്ട് ആണ് പറഞ്ഞത്. 2 പ്രൊപ്പോസിഷൻ കണ്ടക്സ്റ്റ് ആണ്. കോർ ഐഡിയ ഇൻ ആൻ അട്ടർനെസ്, അതായത് ദ ബ്രൈറ്റ് സ്റ്റുഡൻറ് ഗോട്ട് എ ഇൻ മാത്സ്. അവിടെ സ്റ്റുഡൻറ് ഈസ് ബ്രൈറ്റ്, സ്റ്റുഡൻറ് ഗോട്ട് എൻ എ, 2 കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ആ ഒരു കുട്ടി അല്ലെങ്കിൽ ഈ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ കുട്ടിക്ക് A+ കിട്ടി എന്ന് പറയുമ്പോൾ ഈ ക്ലാസ്സിൽ ഒരു മിടുക്കനായ ഒരു കുട്ടിയുമുണ്ട്, ആ കുട്ടിക്ക് A+ കിട്ടിയെന്നർത്ഥം അല്ലേ. സോ മോർ പ്രൊപ്പോസിഷൻ, ലോങ് പ്രോസസ്സിംഗ് ടൈം. അതായത് ഇവിടെ നമ്മൾ കോർ ഐഡിയ ഉണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് സ്പ്ലിറ്റ് ആക്കാതെ ഒറ്റ സ്റ്റെപ്പിൽ പറയുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ സിമ്പിളാണ്. ആ ഒരു ബേസിക് ഐഡിയ ആൻഡ് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ആദ്യം എന്താ ഞാൻ പറഞ്ഞത്, അതായത് നമുക്ക് 2 രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം എന്നുള്ളതാണ്. ഓക്കെ, സോ രണ്ടാമത് ഞാൻ പറഞ്ഞത് എന്താണ്, കോർ ഐഡിയ ഈസ് ആൻ അട്ടർനൻസ് ആണ് അല്ലേ. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇത് മിക്കവാറും എക്സാമിന് ചോദിക്കാറുണ്ട്, എല്ലാ എക്സാമിനും കാണാറുണ്ട് എന്നുള്ളതാണ്. സോ കോർ ഐഡിയ എന്ന് പറയുന്ന ഉച്ചാരണം, അതായത് ഉച്ചാരണം, അട്ടർനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഉച്ചാരണമാണ് കേട്ടോ, നമ്മൾ ഉച്ചാരണം അല്ലെങ്കിൽ പറയുന്ന രീതി എന്നുള്ളത്. സോ നെക്സ്റ്റ് വൺ തെർമാറ്റിക് സ്ട്രക്ചർ ആണ്. സോ ഓർഗനൈസർ ഇൻഫോ ബേസ്ഡ് ഓൺ വാട്ട് ദ ലിസണേഴ്സ് ഓൾറെഡി നോ. ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ് ജഡ്ജിങ്, ലിസണർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അഡ്ജസ്റ്റിംഗ് അക്കോർഡിംഗ്ലി. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന കാര്യം ഓൾറെഡി അറിയാം, അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അഡ്ജസ്റ്റ് ചെയ്യും. ഓർഗനൈസിങ് ഇൻഫോ ബേസ്ഡ് ഓൺ വാട്ട് ദ ലിസണർ ഓൾറെഡി നോ. നിങ്ങൾക്ക് എന്തറിയാമോ അതനുസരിച്ച്. ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയുവാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ഞാനിത് പഠിപ്പിച്ചില്ലേ, അതുകൊണ്ട് ഞാനിത് കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയേ ഉള്ളൂ ഈ ഒരു കാര്യം. സിമ്പിൾ. ഇനി സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ്. സോ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സോ ലാംഗ്വേജ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ലാംഗ്വേജ് നമുക്ക് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് മനസ്സിലാക്കണം. അതിൻ്റെ ഫോണോളജി, മോഫോളജി, സിൻടാക്സ്, സിമാറ്റിക്, പ്രാഗ്മാറ്റിക്സ്, ഇതൊക്കെ നമുക്ക് അറിയേണ്ടത് ആവശ്യമാണ്. സോ 3 കോർ കമ്പൗണ്ട് ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് ഫോണോളജി, അതായത് പ്രൊനൗൺസിയേഷൻ, സ്പീച്ച്, സൗണ്ട്. സിൻടാക്സ്, എന്താണ് അർത്ഥമാക്കുന്നത്. സിമാറ്റിക്, മീനിങ്സ് എന്താണ്, സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതാണ്. ഇനി ബേസിക് യൂണിറ്റ്സ് ആണെങ്കിൽ ഫോണിമീൻസ് ആണ്. സോ ഫോണിമീൻസ് ആണെന്നുണ്ടെങ്കിൽ സ്മോളസ്റ്റ് സ്പീച്ച് സൗണ്ട്, അതായത് ഈക്വൽ ടു അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് 45 ഇൻ ഇംഗ്ലീഷ്, 100 ഗ്ലോബലി. ആൻഡ് മോർഫീൻസ് ആണ് സ്മോളസ്റ്റ് മീനിങ് യൂണിറ്റ്സ് ആണ്. പ്രിഫിക്സ്, റൂട്ട്സ്, സഫിക്സ്. നിങ്ങൾ ഈ സഫിക്സ്, പ്രിഫിക്സ് എന്ന് കേട്ടിട്ടില്ലേ, അതാണ് എന്ത്, മോർഫീൻസ്. ആൻഡ് ഫോണീംസ് ആണെങ്കിൽ സ്മോളസ്റ്റ് സ്പീച്ച് സൗണ്ട് ആണ്, അപ്രോക്സിമേറ്റ്ലി 45 ഇൻ ഇംഗ്ലീഷ് ആണ്, ആൻഡ് 100 ഇൻ ഗ്ലോബലി ആണ് എന്നുള്ളതാണ്. ഈ ഒരു ചാപ്റ്റർ, അതായത് ഈ ഒരു ചാപ്റ്ററിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിനകത്ത് നിന്ന് അധികം ഒന്നും നിങ്ങൾക്ക് പഠിക്കാനൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് തന്നെ കുറേയൊക്കെ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ഈ ഫോണീംസിന് എക്സാമ്പിൾ ആണ് സോക്ക്, ടോപ്പ്, പെഗ്, നെയിം, മാറ്റ്, ആൻഡ്, ഇയർ. അത് 3 അല്ലെങ്കിൽ 4 വാക്കുകൾ, അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 5 വാക്കുകൾ കൊണ്ട് തീർക്കുന്നതാണ് കേട്ടോ. അതായത് ഇപ്പം എക്സാമ്പിൾ സോക്ക്, അതിൽ എസ്, ടോപ്പ്, ടി, ആൻഡ് പെഗ്, പി, നെയിം, എൻ. അതാണ് ഇച്ചിലൂടെ ഇംഗ്ലീഷാണ്. അതായത് ഒരു സ്പെസിഫിക് ലാംഗ്വേജിന്, അല്ലെങ്കിൽ നമുക്കൊരു ലാംഗ്വേജ് അറിയാൻ വേണ്ടി സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു വേർഡ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. 45 എണ്ണമാണുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ പി, ബി, ഡി, ടി എന്നൊക്കെ പറയുന്ന വാക്കുകൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി S for socks, T for top,
P for peg, N for name, M for mat, A for ant എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മൾ പറയില്ലേ A for apple എന്നൊക്കെ പറയില്ലേ, അതേപോലെ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു ഫോണിംസ് ഉപയോഗിക്കുന്നത് കേട്ടോ. സിമ്പിളാണ്, ഒന്നുമില്ല, നിങ്ങൾ വെറുതെ കൺഫ്യൂഷൻ അടിക്കേണ്ട. ഇനി ഹൈ ലെവൽ ഓഫ് ലിംഗ്വിസ്റ്റിക് അനാലിസിസ് ആണ്. സോ ലെക്സിക്കൽ അനാലിസിസ് സ്റ്റഡീസ് ഫ്രീക്വൻസി ആൻഡ് യൂസ് ഓഫ് വേർഡ്സ് യൂസ്ഫുൾ ഇൻ പ്രെഡിക്റ്റിംഗ് വേർഡ് ലേണിംഗ്. അതായത് ലെക്സിക്കൽ അനാലിസിസ് എന്ന് വെച്ചാൽ ഇപ്പോൾ വരാൻ പോകുന്ന വാക്ക് എന്തായിരിക്കും, അതായത് ഐ ആം ഗോയിങ് എന്ന് പറയുമ്പോൾ അടുത്ത് വരാൻ നമ്മളെ ദേർന്നായിരിക്കും എന്നുള്ളതാണ്. സോ നമുക്ക് ഒരു ലേണിംഗ് പ്രോസസ്സിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരാൻ പോകുന്ന വേർഡ് എന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് ഗ്രാമർ പഠിക്കുന്ന ആൾക്കാർക്കും പറ്റും എന്നുള്ളതാണ്. ഈസ് എവിടെ ഉപയോഗിക്കുന്നു, വാസ് എവിടെ ഉപയോഗിക്കുന്നു, എങ്ങനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളതാണ്. ഫ്രീക്വൻസി, എത്ര ഫ്രീക്വൻസിയിൽ ഒരു വേർഡ് ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇനി സിൻടാക്റ്റിക് അനാലിസിസ് ആണ്. വേർഡ് അറേഞ്ച്മെന്റ് ആൻഡ് സെന്റൻസ് റൂൾ ആണ്. വേർഡ് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, എങ്ങനെ സെന്റൻസ് റൂൾ യൂസ് എന്ന് പറയുന്നതിന്റെ സ്റ്റഡീസ് ആണ്. അവിടെ ഗ്രാമർ, റൂൾസ് ഓഫ് സെന്റൻസ് ഒക്കെയാണ് നോക്കുക. നെക്സ്റ്റ് വൺ സെമാറ്റിക് അനാലിസിസ് ആണ്. ഇവിടെ മീനിങ് ആണ് നോക്കുക. അതായത് ഫ്യൂച്ചർ തിയറി, പ്രോട്ടോടൈപ്പ് തിയറി ഒക്കെയാണ് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത്. മീനിങ് ഡിപ്പെൻഡ് ഓൺ കണ്ടക്സ്റ്റ്, വേർഡ് നോളജ് ആൻഡ് പ്രഡിക്ഷൻ. സോ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നതും വേർഡ് നോളജും അതുള്ള കണ്ടക്സ്റ്റും എന്തൊക്കെയാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് സിമാറ്റിക് അനാലിസിസ് ഇരിക്കുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഫ്രേസ് സ്ട്രക്ചർ ഓഫ് സെന്റൻസ് ആണ്. ബീയിങ് ബട്ട് ഈസ് ഇൻകംപ്ലീറ്റ് ഇൻ യുവർ ടെക്സ്റ്റ്. അത് ഫ്രേസ് സ്ട്രക്ചർ, നമുക്കൊരു സെന്റൻസിന് എങ്ങനെയാണ് ഫ്രേസ് സ്ട്രക്ചർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സോ സെന്റൻസ് ക്യാൻ ബി അനലൈസ് ആസ് എ സീക്വൻസ് ഓഫ്. നമുക്കൊരു സെന്റൻസ്, ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു സെന്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അനാലിസിസ് ചെയ്യാം എന്നുള്ളതാണ്. സോ നമുക്ക് ഫോണിംസ് നോക്കാം, ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ നോക്കാം, മീനിങ് ഫുൾ യൂണിറ്റ്, അതായത് സിമാറ്റിക്, ഫ്രേസ്, ക്ലൂസ്, ഫിനോംസ് ഒക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ് കേട്ടോ. സോ ബേസിക്കലി ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ലാംഗ്വേജിന്റെ സ്ട്രക്ചർ വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫംഗ്ഷൻ ഓഫ് ലാംഗ്വേജ് മുതൽ ഇത് ഇത്രയും നിങ്ങൾ എഴുതേണ്ട ആവശ്യമുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്രോസസ് ഇൻ ലാംഗ്വേജ് ആണ് കേട്ടോ. എന്താണ് ലാംഗ്വേജിൽ നമ്മൾ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ പ്രൊഡക്ഷൻ ഓഫ് ലാംഗ്വേജ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് വിത്ത് പ്ലാനിംഗ് ബേസ്ഡ് ഓൺ സ്പീക്കർ ഇന്റന്റ്, ദ ലിസണർ നോളജ് ആൻഡ് ദ സോഷ്യൽ കണ്ടക്ച്വൽ ഫാക്ടർ. സോ എപ്പോഴും ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇരിക്കുന്ന ആൾക്കാർ ആരാണ്, അവർക്ക് എത്രത്തോളം ഇൻഫർമേഷൻ അറിയാം, അത് ലിസണേഴ്സിന് ഇൻഫർമേഷൻ എത്ര അറിയാം, നമുക്ക് നമ്മുടെ ഒരു പ്ലാനിങ് ഉണ്ടാവും, ഇന്നതാണ് പറയേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത് അല്ലേ. സോ ക്ലാർക്ക് പറയുന്നത് വെച്ചാൽ ഡിസ്കോഴ്സ് പ്ലാനിങ്, അതായത് ചൂസ് ദ ടൈപ്പ് ഓഫ് സ്പീച്ച്, സ്റ്റോറി ടെല്ലിങ് വേണോ, ഇൻസ്ട്രക്ഷൻ വേണോ. പണ്ട് കാലങ്ങളിലൊക്കെ വീടുകളിൽ അമ്മമാർ ചോറൊക്കെ വെച്ചിരുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ സ്റ്റോറി ടെല്ലിങ് വേണോ, ചോറ് വെക്കുന്നത് ഈ രീതിയിലാണ് എന്ന് വേണം എന്നുള്ളത്. ഇനി സെന്റൻസ് പ്ലാനിങ് ആണ്, എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ്. ആ പർപ്പസിനോട് ഫിറ്റ് ചെയ്യണം, സ്ട്രക്ചർ ചെയ്യണം എന്നുള്ളതാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂവന്റ് പ്ലാനിങ് ആണ്, നമ്മൾ ഓർഡർ ചെയ്യുന്നത്, ഫ്രേസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, അതെങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളത്. ആൻഡ് ആർട്ടിക്കുലേഷൻ, ആക്ച്വൽ വോക്കൽ എക്സ്പ്രഷൻ എങ്ങനെയെന്നുള്ളതാണ്. ആൻഡ് ആർട്ടിക്കുലറി പ്ലാനിങ് ആണ്, പ്രിപ്പയറിംഗ് മോട്ടർ കമാൻഡ് ഫോർ ദ സ്പീച്ച്. സോ നെക്സ്റ്റ് വൺ ഈസ് ഗ്രീസിയൻ മാക്സിംസ് ആണ് കേട്ടോ. ഗ്രീസിയൻസ് മാക്സിംസ് ഗൈഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതായത് ക്വാളിറ്റി, ക്വാണ്ടിറ്റി, റിലേഷൻ, മാനർ. ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഇൻഫോർമേറ്റീവ് ആയിരിക്കണം, അധികം ഒന്നും പാടില്ല. ചില ആൾക്കാർ കാട് കയറിയൊക്കെ പറയാറുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ക്വാളിറ്റി നമ്മൾ കറക്റ്റ് എന്താണോ പറയുന്നതുപോലെ തന്നെ. റിലേഷൻ എപ്പോഴും റിലവൻ്റ് ആയിരിക്കണം. മാനർ ക്ലിയർ ആയിരിക്കണം, അൺആംബിഗ്യസ് ആയിരിക്കണം. ഒരാൾക്ക് മനസ്സിലാവാത്ത രീതിയിലല്ല പറയേണ്ടത്, മനസ്സിലാവുന്ന രീതിയിൽ വേണം പറയേണ്ടത്. സോ വയലേഷൻ നീഡ് ടു കോൺവെർസേഷൻ ഇംപ്ലക്ച്വസ്, അതായത് നമ്മൾ ബേസിക്കലി ഇതിൽ എന്തെങ്കിലും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കോൺവെർസേഷണൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ പുവർ ആയിട്ട് അല്ലെങ്കിൽ പുവർ ഫിറ്റ് ആയിരിക്കും, നമ്മളതിന് സഫീഷ്യൻ്റ് ആയിരിക്കില്ല എന്നുള്ളതാണ്. ആൻഡ് സ്പ്ലിറ്റ് ഓഫ് ദ ടങ് ഷോ ലാംഗ്വേജ് ഇൻ മെന്റലി ഓർഗനൈസ്ഡ്. അപ്പം നമ്മൾ നാവ് ഇതായി പോവുകയാണ് അല്ലെങ്കിൽ സ്ലിപ്പ് ആവുകയാണ്. ചില ആൾക്കാർക്ക് നാവ് സ്ലിപ്പാവും. രണ്ട് രീതിയിൽ സ്ലിപ്പ് ആവാറുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ വേറൊരു സിനാരിയോയിലേക്ക് പോകുമ്പോൾ സ്പ്ലിറ്റ് ആവാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച കാര്യങ്ങൾ മറന്നു പോവുക എന്നുള്ളതാണ്. നമുക്കൊരു റെഗുലർ ഓർഡർ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ റെഗുലർ പാറ്റേൺ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലും ഉണ്ടാവാറുണ്ടെന്നാണ്. ഇപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും തെറ്റിപ്പോകാറുള്ളത്, ഞാൻ ഒച്ച കൂട്ടി സംസാരിക്കുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സ്പീഡിൽ സംസാരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വാക്കുകളൊക്കെ പ്രൊണൗൺസിയേഷൻ ചെയ്യാൻ ഭയങ്കര പാടായിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ തെറ്റിപ്പോകാറുണ്ട്, ഞാൻ ബ്രെയിൻ കൺഫ്യൂഷനായി പോകും. അത് എൻ്റേതായ ഒരു പേഴ്സണൽ ഇഷ്യൂ ആണ്. അത് ഞാൻ എത്രയൊക്കെ ശ്രമിച്ചത് മാറത്തില്ല. ഇപ്പോൾ തന്നെ ഈ വാക്കുകളൊക്കെ വായിക്കുന്ന സമയത്ത് ചില സമയത്ത് ഇപ്പം ഇംപ്ലിക്കേച്ചർ എന്നുള്ളത് ഓൾറെഡി ഞാൻ ഈ നോട്ട് എടുക്കുമ്പോഴേ എനിക്കറിയാം അത് ഇംപ്ലിക്കേച്ചർ ആണെന്ന്, പക്ഷെ അത് വായിച്ചു വന്നപ്പോഴത്തേക്ക് ഇംപ്ലിക്കേച്ചർ എന്നായിപ്പോയി. അപ്പം അതേപോലെയൊക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ പോവാറുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെക്കും, പഠിപ്പിക്കും മുന്നേ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും, ഇന്ന കാര്യങ്ങളാണ് ഇങ്ങനെയാണ് പറയേണ്ടതെന്ന് പറയും. പക്ഷെ അത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് അത് മാറിപ്പോകുന്നതാണ്. സോ നെക്സ്റ്റ് വൺ സ്പീച്ച് പെർസെപ്ഷൻ ആൻഡ് കോംപ്രഹെൻഷൻ ആണ്. സോ ബേസിക്കലി നമ്മൾ സ്പീച്ച് ഒക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ പ്രോസസ്സ് ചെയ്യും.
പക്ഷേ അത് സൗണ്ട് ബേസ്ഡ് ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ നിങ്ങളിത് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നോൺ സ്പീഡ് സൗണ്ട് ആണ് അല്ലെങ്കിൽ നോൺ വെർബൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പീഡിൽ ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ചെയ്യുമായിരിക്കും. ഒന്ന് ആലോചിച്ച് ചോദിക്കുക. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതും ഞാൻ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നത്, നോൺ സ്പീഡ് സൗണ്ടുകൾ കാണിക്കുന്നത് തമ്മിൽ ഏറ്റവും കൂടുതൽ എളുപ്പം എന്താണ്? ചില ആൾക്കാർ തലയാട്ടാറുണ്ട്. അപ്പൊ നമുക്ക് ഇല്ല എന്നാണ് മനസ്സിലാക്കുക അല്ലെ. ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം ചിലപ്പം ഒരു ജസ്റ്റർ ആയിരിക്കാം എന്നുള്ളതാണ്. സോ വി പ്രോസസ് സ്പീഡ്ലി റാപ്പിഡ്ലി മച്ച് ഫാസ്റ്റർ ദാൻ നോൺ സ്പീഡ് സൗണ്ട്. അപ്പൊ നോൺ സ്പീഡ് സൗണ്ടിനേക്കാളും അതിനേക്കാൾ ഏറ്റവും എളുപ്പം സ്പീഡ് സൗണ്ട് ആണ്. സോ കോമ്പറേഷൻ ബിഗിൻ വിത്ത് ദ റോ സൗണ്ട് പെർസെപ്ഷൻ ആൻഡ് എൻഡ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് മീനിങ്ഫുൾ പ്രൊപ്പോസിഷൻസ്. സോ എപ്പോഴും നമ്മൾ ഒരു റോ സൗണ്ട്, ഒരു സൗണ്ട് അല്ലെങ്കിൽ ഒരു ജസ്റ്റർ ഓഫ് സൗണ്ട് പുറത്ത് വരുമ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുമാണ് ഒരാൾക്ക് മനസ്സിലായി തുടങ്ങുന്നത്. അവിടെയാണ് കോണ്ടെക്സ്റ്റ്, ലാംഗ്വേജ്, എക്സ്പെക്ടേഷൻസ് പ്ലേ ക്രൂഷ്യൽ റോൾ ഇൻ ഇന്റർപ്രറ്റിംഗ് സ്പീച്ച്. സോ ഈ കണ്ടക്ഷൻ ആയാലും അല്ലെങ്കിൽ നോളജ് ആയാലും എക്സ്പെക്ടേഷൻസ് ആയാലും ഇതെല്ലാം വരുന്നത് സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഒരാൾ എത്രത്തോളം പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരാൾക്ക് എത്രത്തോളം ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, ഒരാൾക്ക് എത്രത്തോളം നോളജ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ പോലും നമുക്ക് എന്ത് വേണം? ബേസിക് ആയിട്ട് എന്ത് വേണം? നമുക്ക് ലാംഗ്വേജ് ആവശ്യമാണ്. അത് മാത്രമല്ല, മിസ്സിംഗ് സൗണ്ട്സും ഫെമിലിയർ കണ്ടക്സ്റ്റും ഒക്കെ നമ്മളെ ബ്രെയിൻ തന്നെ ഫില്ല് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിള്, ഇപ്പൊ ഞാനൊരു വാക്ക് പറയുമ്പം ദ ക്യാറ്റ് ബ്ലാക്ക് എന്ന് പറയുകയാണ്. അതായത് ക്യാറ്റ് ഈസ് ബ്ലാക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ നിങ്ങൾക്ക് അത് ഓൾറെഡി അറിയാമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഫില്ല് ചെയ്തു ഓക്കെ ക്യാറ്റ് ബ്ലാക്ക് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളത് മൈൻഡിൽ ഇഗ്നോർ ചെയ്യും. ഓക്കെ ഫൈൻ എന്ന് പറയും. ചിലർക്ക് ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് ആണ്. എനിക്ക് ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് ഒരുപാട് ഉണ്ടാവാറുണ്ട്. പക്ഷേ നമുക്ക് അപ്പുറത്തേക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇത് ഓക്കെ ആയിട്ട് അങ്ങ് പോകും. So words are rarely heard in isolation. They blend together in continuous stream. So ഒരിക്കലും ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ മലയാളം സംസാരിച്ചാൽ നമുക്ക് ഒരുപാട് ഗ്രാമാറ്റിക് മിസ്റ്റേക്സ് ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പോകുന്നത് കൊണ്ട് അത് ആക്ച്വലി ഫില്ല് ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടാവുക. ഓക്കെ, സോ അത് മാത്രമല്ല, നമ്മൾ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്പീച്ച് ഈ ഷേപ്ഡ് ബൈ കോസ്, ഇന്റൻഷൻ ആൻഡ് ബോർഡർ മീനിങ് റാദർ ദാൻ സൗണ്ട്സ് ലോൺ. ഇപ്പം നമ്മൾ ശബ്ദം മാത്രം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു ലാംഗ്വേജ് എങ്ങനെ ഉപയോഗിക്കുന്നു, ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു, അത് മീനിങ് ഫുൾ ആകുന്നുണ്ടോ, അതിൻ്റെ ഇൻറ്റൻഷൻ എന്തൊക്കെയാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടായിരിക്കും എപ്പോഴും ഒരു സ്പീച്ചിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ എന്താ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ആ മീനിങ് ഫുൾ കറക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. സോ എയർലി ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് അറിയാം, ഏതൊക്കെ ഏജിലാണെന്ന് അറിയാം. സോ ലാംഗ്വേജ് ഡെവലപ്പ് ആവുന്ന സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് സ്പീച്ച് സൗണ്ടും അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റും ഇവന്റ്. ഇപ്പോൾ മമ്മ എന്ന് വെച്ചാൽ അത് മദർ എന്ന് ഉദ്ദേശിക്കുന്നതാണ് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള സൗണ്ട് ഒബ്ജക്റ്റീവ് അസോസിയേഷൻസും ഒക്കെ നമ്മൾ ഒരു പ്രായമാകുമ്പോൾ മനസ്സിലാക്കി തുടങ്ങും അല്ലേ. സോ ലേണിംഗ് മീനിങ് അല്ലെങ്കിൽ സെമാറ്റിക്സ് ചൈൽഡ് കൊച്ചുകുട്ടികൾ ജനറലി ഇപ്പം എക്സാമ്പിൾ ഇപ്പം റൗണ്ട് ആയിട്ടിരിക്കുന്ന എല്ലാത്തിനെയും ബോൾ എന്ന് പറയും കൊച്ചുകുട്ടികൾ. ഇപ്പോൾ ഓറഞ്ചിനെ കണ്ടിലും ബോൾ എന്ന് പറയും, ചന്ദ്രനെ കണ്ടിലും ബോൾ എന്ന് പറയും. ഇനി ഉരുണ്ടിരിക്കുന്ന എന്ത് കണ്ടാലും ഒരു ബോൾ എന്ന് തന്നെ പറയും. അത് ജനറലൈസ് ചെയ്യുന്നതാണ്. പക്ഷെ അത് എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? ഓവർ ടൈം അതെന്താണ്, അങ്ങനെയല്ല, ഇതിങ്ങനെയാണ്, ഇത് ഓറഞ്ചാണ്, ഇതിങ്ങനെയാണ്. അവിടെയാണ് കോംപ്ലക്സും ഗ്രാമാറ്റിക്കലിയും ഒക്കെ കറക്റ്റ് സെൻറ്റൻസ് യൂസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പം എപ്പോഴാണ് മീനിങ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഏജ് ഒക്കെ മാറി വരുമ്പോഴാണ് അവരത് മനസ്സിലാക്കി തുടങ്ങുക. സോ റൂൾസ് വിത്തൗട്ട് വെർബലൈസേഷൻ. സോ ആദ്യമൊക്കെ ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ അവർക്കൊരു പ്രോപ്പർ റൂൾസോ അല്ലെങ്കിൽ ഗ്രാമാറ്റിക് റൂൾസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ പിന്നെ പോയി തുടങ്ങും. ആദ്യമൊക്കെ ജനറലൈസേഷൻ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓറഞ്ചിന് ബോളെന്നും ഒക്കെ പറയുന്ന പോലെ തന്നെ പിന്നെയാണ് റൂൾസ് ഉപയോഗിച്ച് തുടങ്ങുക. എങ്ങനെയാണ് ഓരോന്നും പറയേണ്ടത്, എന്തൊക്കെയാണ് എങ്ങനെ പറയേണ്ടത് എന്നുള്ള റൂൾസുകൾ ഉപയോഗിച്ച് തുടങ്ങുക. സോ അതിലാണ് സ്പീച്ച് ആക്ട്. ഐ പ്രോമിസ് എക്സാമ്പിൾ. യങ് ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് ഐ പ്രോമിസ് ഇസ് എ സിംപ്ലി സംതിങ് ദാറ്റ് ഷുഡ് ഹാപ്പൻ. അതായത് ഇപ്പം ചില കുട്ടികൾ, കുഞ്ഞുകുട്ടികൾ, ഞാൻ അമ്മയ്ക്ക് വാക്ക് തരുന്നു, ഐ പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യില്ല അല്ലെങ്കിൽ അത് വരാൻ പോകുന്ന കാര്യമാണ്, അത് ഞാൻ എനിക്ക് ഉറപ്പാണ് എന്ന് ഉദ്ദേശിക്കുന്നതാണ്. സോ അത് 10 വയസ്സ് വരെയുള്ള ആൾക്കാർ അങ്ങനെയായിരിക്കും. പക്ഷെ പിന്നെ ഞാൻ ഐ പ്രോമിസ് എന്ന് പറയുന്നതിന് എന്തെങ്കിലും റിലവൻസി ഉണ്ടാവുമോ? ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു വിലയില്ല അല്ലേ. സോ ഓൾ ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫോർ എ പ്രോമിസ് ടു ബി സിൻസിയർ ദ സ്പീക്കർ മസ്റ്റ് ഇന്റൻഡ് ടു ഡു ഇറ്റ്, ദ ലിസണർ മസ്റ്റ് വാണ്ട് ടു ബി ഡൺ, അണ്ടർസ്റ്റാൻഡിങ് ഇന്റൻഷൻ ബിഹൈൻഡ് വേർഡ്, ഡെവലപ്പിംഗ് വിത്ത് ദ ഏജ്. അതായത് ഐ പ്രോമിസ് എന്ന് ഞാൻ പറയുമ്പോൾ 2 കാര്യങ്ങൾ നടക്കുന്നത്. ഒന്ന്, പറയുന്ന ആൾക്ക് ഒരു ഇതുണ്ട്, വ്യക്തതയുണ്ട്, ഇത് അവൻ ചെയ്യും എന്നുള്ളത്. 2, പറയപ്പെടുന്ന ആള് അത് ചെയ്തോളാം എന്ന് ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ കൊച്ചുകുട്ടികളിൽ 10 വയസ്സ് വരെ ഉള്ളതിൽ ഈ ഐ പ്രോമിസ് അല്ലെങ്കിൽ സ്പീച്ച് ആക്ട് എന്ന് പറയുന്നത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. ഇത് എക്സാമ്പിൾ ആണ്. ഐ പ്രോമിസ് എന്ന് പറയുന്നത് വെറും എക്സാമ്പിൾ മാത്രമാണ്.
ഇനി കോംപ്രഹെൻസീവ് മോഡൽ ഓഫ് ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണ്. സോ കിഞ്ച് ആൻഡ് വാൻ ഡിച്ച്സ് മോഡൽ ഓഫ് കോംപ്രഹെൻഷൻ ആണ്. സോ കോംപ്രഹെൻഷൻ തിയറി ദാറ്റ് എക്സ്പ്ലെയിൻ ഹൗ വി അണ്ടർസ്റ്റാൻഡ് റിട്ടൺ സ്പോക്കൺ ലാംഗ്വേജ് ബൈ കമ്പൈനിങ് ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് ആൻഡ് ബോട്ടം അപ്പ് പ്രോസസ്സിംഗ്. സോ ഈ കോംപ്രഹെൻസീവ് തിയറിയിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതായാലും അല്ലെങ്കിൽ എഴുതുന്നതായാലും ലാംഗ്വേജ് കമ്പൈൻ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ദ ഫസ്റ്റ് വൺ ഈസ് എന്താണ്, ടോപ്പ് ഡൗൺ പ്രോസസ്സിങ്ങും ബോട്ടം അപ്പുമാണ്. സോ ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ് ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രീവിയസ് നോളജോ അല്ലെങ്കിൽ ഗോളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഉപയോഗിക്കുന്നത്. ഇനി ബോട്ടം അപ്പ് ആണെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം ദ ടെക്സ്റ്റ് ഓർ സ്പീച്ച് ഇൻപുട്ട്, അല്ലെങ്കിൽ ടെക്സ്റ്റോ അല്ലെങ്കിൽ സ്പീച്ച് ഇൻപുട്ടോ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ കീ കൺസെപ്റ്റ് പറയുവാണെങ്കിൽ ബേസിക് യൂണിറ്റ് ഓഫ് മീനിങ്, അതായത് പ്രെഡിക്കേറ്റും ആർഗ്യുമെന്റ്സും. സോ എന്താണ് ആർഗ്യുമെന്റ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. സോ അപ്പം ഓൾറെഡി ഈ ലാംഗ്വേജ് ഞാൻ പറഞ്ഞതുപോലെ ലാംഗ്വേജ് നമുക്ക് ഡെവലപ്പ് ആവുന്നത് തന്നെ ഇപ്പം നമുക്ക് ഓൾറെഡി പല രീതിയിലും പറയുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നുണ്ട് എന്താണ് കുഞ്ഞിലെ മുതൽ ഫോം ചെയ്തു വരുന്നു, ചില എൻവയോൺമെന്റിൽ ഫോം ചെയ്തു വരുന്നു. ഇപ്പോഴും നമുക്കൊരു ക്ലിയർ ഐഡിയ ഇല്ല അത് എങ്ങനെയാണ് വരിക അല്ലെങ്കിൽ ഏത് രീതിയിലാണ് വരിക എന്നുള്ളത് അറിയില്ല. സോ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ പാർട്ട് ഓഫ് സ്മോൾ സെന്റൻസ് ആണ്. ഒരു വേർബിൽ ഒരു സ്മോൾ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അതായത് ഒരു സബ്ജക്റ്റിനെ പറ്റി എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ ആ സെന്റൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. സോ ഹി വെൻ സൈക്ലിംഗ് ആഫ്റ്റർ റിട്ടേണിംഗ് ഫ്രം ദി സ്കൂൾ, അതായത് ദ പ്രെഡിക്കേറ്റ് ഈസ് വെൻ സൈക്കിൾ ആഫ്റ്റർ റിട്ടേണിംഗ് ഫ്രം ദ സ്കൂൾ. അതായത് രണ്ട് രീതി പറയുവാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുന്ന പോലെ അവൻ സ്കൂളിൽ പോയിട്ട് സൈക്കിൾ തിരിച്ചു കൊണ്ടുവന്നു, ദാറ്റ് മീൻസ് എന്താണ് സൈക്കിൾ വീട്ടിൽ തിരിച്ചു വന്നു എന്ന് ഉദ്ദേശിക്കുന്ന പോലെ. അതിനാണ് നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറയാം. ആർഗ്യുമെന്റ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. സോ ഇവിടെ എക്സാമ്പിൾ ജോൺ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. ജോൺ എന്ന് പറയുന്ന സബ്ജക്റ്റും സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് പ്രെഡിക്കേറ്റീവ് ആയിരിക്കും. ഇതാണ് എക്സാമ്പിൾ കേട്ടോ. സോ പ്രെഡിക്കേറ്റ് എന്ന് വെച്ചാൽ വെർബ് അഡ്ജക്റ്റീവ് ആയിരിക്കും. ആർഗ്യുമെന്റ് ആണെങ്കിൽ നൗൺ ഫ്രേസ് ആയിരിക്കും. സബ്ജക്റ്റോ ഒബ്ജക്റ്റോ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുക. ഇതൊക്കെ ഇംഗ്ലീഷാണ്, ഇത്രയൊന്നും ആവശ്യമില്ല. ആൻഡ് സർഫസ് സ്ട്രക്ചർ ആണെങ്കിൽ ആക്ച്വൽ വേർഡോ സെന്റൻസോ ആയിരിക്കും. ഇനി പ്രൊപ്പോസിഷൽ സ്ട്രക്ചർ, ഡീപ്പർ മീനിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഐഡിയാസ്. അതായത് നമ്മൾ ഇച്ചിരി കൂടെ ഉള്ളിലേക്ക് പോവുകയാണ്, ഡീപ്പർ മീനിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യേണ്ടാവുക. ഇതൊക്കെ ബേസിക് സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെയാണ്. നമ്മൾ ഇത്രയും ആവശ്യമില്ല നമുക്ക്. സോ പ്രെഡിക്കേറ്റിൽ തന്നെ വേർബ്, ഒബ്ജക്ട് കംപ്ലീഷൻ, എക്സ്റ്റൻഷൻ ഓഫ് പ്രഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പിന്നെയും പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. നമുക്ക് അത്രയും ഒന്നും ഇപ്പോൾ ആവശ്യമില്ല കേട്ടോ. ആൻഡ് വർക്കിംഗ് ഓഫ് ദ മോഡൽ. സോ നമുക്ക് ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്, ലോങ് ടേം മെമ്മറി ഉണ്ട്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ. സോ ഷോർട്ട് ടേം മെമ്മറിയിലാണ് നമുക്ക് ലിമിറ്റഡ് കപ്പാസിറ്റി ആണ്. എന്നാൽ ലോങ് ടേമിലാണെങ്കിലും നമുക്ക് കൂടുതൽ ഐഡിയ ഉണ്ടാവും. നമ്മൾ റീബൗണ്ട് ചെയ്യുന്നുള്ളതാണ്. ടെക്സ്റ്റുകളും വാക്കുകളും നമ്മളെ മൈൻഡിൽ ഓൾറെഡി കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ദ ഗോൾ ഈസ് ടു ബിൽഡ് എ സിമാറ്റിക് നെറ്റ്വർക്ക്, അതായത് ഒരു വെബ് കണക്ഷൻ ഐഡിയ. നമുക്ക് ഓൾറെഡി ഒരു ഐഡിയ വേണം, അത് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുക. സോ ഇനിഷ്യൽ കോംപ്രഹെൻഷൻ എപ്പോഴും നടക്കുന്നത് എവിടെയാണ്, ഷോർട്ട് ടേം മെമ്മറിയിലായിരിക്കും, പക്ഷേ ലിമിറ്റ് കപ്പാസിറ്റി ആയിരിക്കും. എന്നാൽ പണ്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുന്നതും കൂടുതൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എവിടെയായിരിക്കും, ലോങ് ടേമിലായിരിക്കും. സോ ഇതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കാം, അപ്പോൾ ഒരു ഐഡിയ കിട്ടും കേട്ടോ. പറയാൻ പോകുന്ന കിൻഷിൻ്റെയും കിനാൻസിൻ്റെയും എക്സ്പെരിമെൻ്റ് ആണ്. സോ ഇവിടെ നമ്മൾ പ്രൊപ്പോസിഷൽ കോംപ്ലക്സിറ്റി ഓഫ് സെന്റൻസ് ആണ് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്താണ് പ്രൊപ്പോസിഷൻ എന്ന് നിങ്ങൾ അറിയേണ്ട ആവശ്യമുണ്ട്. സോ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. The sky is blue. 2 + 2 = 4. And all cats have fur. എല്ലാ പൂച്ചകൾക്കും മുടിയുണ്ട് എന്ന് പറയുന്ന പോലെ സ്കൈ എല്ലാം ബ്ലൂ ആണ്. അതായത് ട്രൂ വാല്യൂ ആണെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ എക്സാമ്പിൾ ദ സൺ ഈസ് എ സ്റ്റാർ. സൺ ഒരു സ്റ്റാർ ആണ്, ട്രൂ ആണ്. ഇനി ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ് ഈസ് ബെർലിൻ എന്ന് പറയുവാണ്, അത് തെറ്റാണ്, ഫോൾസ് ആണ്. അതായത് നമ്മൾ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ വേണ്ടി നമ്മൾ സെന്റൻസ് ഉപയോഗിക്കുന്നു, ഒരു വേർഡിങ് ഉപയോഗിക്കുന്നു. ഇതിന് നമ്മൾ പ്രൊപ്പോസിഷൻ എന്ന് പറയും. അതൊക്കെ പ്യുവർലി ഇംഗ്ലീഷ് ആണ്. സോ ബിക്കോസ്, ബിനേത്ത് എന്നൊക്കെ പറഞ്ഞ കുറേ വാക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിക്കൊള്ളേണ്ട ആവശ്യം നമുക്കിവിടെ ഇല്ല. ഇവിടെ സെന്റൻസ് മോർ പ്രൊപ്പോസിഷനിൽ പറഞ്ഞിട്ട് നമ്മൾ ആ വേർഡ് എന്താണ്, നമുക്ക് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമ്മൾ കൂടുതൽ എക്സ്പ്രസീവ് ആണ്. സെന്റൻസ് വിത്ത് മോർ പ്രൊപ്പോർഷൻ ടു ലോങ്ങർ ടു റീഡ് ആൻഡ് വാസ് ഹാർഡർ ടു അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതുപോലെ വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് അറ്റ് സീ ലെവൽ എന്ന് പറയുക. നോർമലി വെള്ളം 100 ഡിഗ്രിയിൽ തിളയ്ക്കുമെന്ന് പറഞ്ഞാൽ അത് ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്കറിയാം. ഇനി വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് അറ്റ് സീ ലെവൽ എന്ന് പറയുമ്പം അത് പിന്നെയും കോംപ്ലക്സ് ആവുകയാണ്. അത് ട്രൂ ആണ്, പക്ഷേ കോംപ്ലക്സ് ആവുകയാണ്. മോർ പ്രൊപ്പോർഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് എഫേർട്ട് കൂടും എന്നുള്ളതാണ്, മെൻ്റൽ എഫേർട്ട് കൂടും എന്നുള്ളതാണ്. ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിക്കുക. അവർ പറഞ്ഞത് പ്രൊപ്പോർഷൻ കൂടുന്നതനുസരിച്ച് കോംപ്ലക്സിറ്റി കൂടും എന്നുള്ളതാണ് ഇവർ ഈ ഒരു എക്സ്പെരിമെന്റിൽ പറഞ്ഞത്. കാര്യം ഒരു മനുഷ്യന് മനസ്സിലാക്കണ്ടായോ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സിമ്പിൾ ചാപ്റ്ററാണ്, ഇപ്പോഴും ഞാൻ പറയുന്നു, എല്ലാ ക്ലാസ്സിലും പറഞ്ഞാൽ സിമ്പിൾ ചാപ്റ്ററാണ്. നന്നായിട്ട് വായിക്കുക കേട്ടോ. വായിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും, ക്ലാസ്സും കൂടെ കാണുമ്പോൾ ഒരു സിമ്പിൾ ഐഡിയ കിട്ടും. പിന്നെ കുറച്ച് ഇംഗ്ലീഷും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചൊരു കൺഫ്യൂഷൻ വരും, ബട്ട് സ്റ്റിൽ എളുപ്പമുണ്ടാവും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.